2024 സ്കീമിൽ S3 വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഡാറ്റാ സ്ട്രക്ചേഴ്സ്. കുറെ ബ്രാഞ്ചസിന്റെ ഡാറ്റാ സ്ട്രക്ചേഴ്സ് സബ്ജക്ട് വരുന്നുണ്ട്. മെയിൻലി കമ്പ്യൂട്ടർ സയൻസ് പേപ്പർ ആണ്. AA-യിലും അങ്ങനെ ചില ബ്രാഞ്ചസിനകത്തൊക്കെ ഡാറ്റാ സ്ട്രക്ചർ വരുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഡാറ്റാ സ്ട്രക്ചർ എക്സാം നമുക്ക് എങ്ങനെ എഴുതാം, ഏതൊക്കെ ടോപ്പിക്സ് ആണ് ആദ്യം പഠിക്കേണ്ടത്, എങ്ങനെയാണ് എക്സാമിന് അറ്റൻഡ് ചെയ്യേണ്ടത്, ഓരോ ക്വസ്റ്റിനും എഴുതാൻ എത്ര മിനിറ്റ്സ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡാറ്റാ സ്ട്രക്ചർ എന്താണ്? ഡാറ്റാ സ്ട്രക്ചർ സിംപ്ലി പറയുകയാണെങ്കിൽ നിങ്ങൾ C പ്രോഗ്രാമിലൊക്കെ പഠിച്ചിട്ടുള്ള ഡാറ്റാ ടൈപ്സ് ഉണ്ടല്ലോ, ആക്ച്വലി അതൊക്കെ ഡാറ്റാ സ്ട്രക്ചേഴ്സ് ആണ്. മെമ്മറിയിൽ ഡാറ്റ കൊണ്ടുവെക്കുമ്പോൾ ഈ ഡാറ്റയെ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം, ഹൗ ടു ഓർഗനൈസ് ഡാറ്റ ഇൻ മെമ്മറി, ഇതിനെയാണ് ഡാറ്റാ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡാറ്റാ സ്ട്രക്ചേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത്, പ്രിമിറ്റീവ് ആൻഡ് നോൺ പ്രിമിറ്റീവ്. ഓക്കെ, പ്രിമിറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ബേസിക് ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ്. അതാണ് ഡാറ്റ ടൈപ്സ് ആയിട്ട് സിയിൽ പഠിക്കുന്നത്. സിയിൽ മാത്രമല്ല, സി, ജാവ, പൈത്തൺ തുടങ്ങിയ ഒട്ടുമിക്ക ഹൈ ലെവൽ ലാംഗ്വേജസിനകത്ത് നമ്മൾ ഡാറ്റ ടൈപ്സ് എന്നൊരു കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. ഇന്റ്, ഫ്ലോട്ട്, ക്യാർ, ബൂലിയൻ, ഇങ്ങനെ കുറെ ടൈപ്സ് പഠിക്കുന്നുണ്ട്. ഓക്കെ, അത് മെമ്മറിയിൽ ഏത് ഡേറ്റ ആണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞാലേ നമുക്ക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതുകൊണ്ടാണ് ഡാറ്റ ടൈപ്സ് പഠിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ. നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചറിനകത്ത് അഗൈൻ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിന്റെ ഷേപ്പ് വെച്ചിട്ടാണ് അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ ആൻഡ് നോൺ ലീനിയർ ഡാറ്റാ സ്ട്രക്ചേഴ്സ്. ലീനിയർ ഡാറ്റാ സ്ട്രക്ചേഴ്സിനകത്ത് വരുന്നത് ടാഗ്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്, അറേസ്. ഈ 4 ആൾക്കാരെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. വേറെ ഉണ്ട്, വെക്ടേഴ്സ് ഉണ്ട്, അതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. നിങ്ങൾ പഠിക്കാൻ വരുന്നത് ഈ 4 പേരാണ്. ഇതിൽ അറേസ് നിങ്ങൾ ഓൾറെഡി മുൻപ് പഠിച്ചിട്ടുണ്ട്, അത് കോൺസെപ്റ്റ് ആയിരുന്നു. ഇവിടെ പുതുതായിട്ട് ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ, നോൺ ലീനിയറിനകത്ത് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത് ട്രീയും ഗ്രാഫും ഹാഷിങ്ങും ആണ്. ഓക്കെ, ഈ സബ്ജക്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഈ സബ്ജക്റ്റിലെ ഏറ്റവും ആദ്യം ഹാഷിംഗ് പഠിക്കുക. ഹാഷിംഗ് ഏത് മൊഡ്യൂളാണ്? 4th മൊഡ്യൂളാണ് ഹാഷിംഗ്. നേരെ 4th മൊഡ്യൂളിൽ പോവുക, അവിടെ ഹാഷിംഗ് എന്ന കോൺസെപ്റ്റ് ആദ്യം പഠിക്കുക. കാരണം എക്സാമിന് ഹാഷിംഗിനെ ബേസ് ചെയ്തിട്ട് എസ്എ ക്വസ്റ്റ്യൻ 100% ഷുവർ ആണ്. ഹാഷിംഗ് ബേസ് ചെയ്തിട്ടുള്ള എസ്എ ക്വസ്റ്റ്യൻ ചോദിക്കും. ചിലപ്പോൾ ഹാഷിംഗ് ഡയറക്ട്ലി തിയറി ആയിട്ട് ചോദിക്കും, ചിലപ്പോൾ അതൊരു പ്രോബ്ലം ആയിരിക്കും ചോദിക്കുന്നത്. എന്തായാലും അത് ഗ്യാരണ്ടി ആണ്. ഈ സബ്ജക്റ്റിലെ ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് ഹാഷിംഗ്. ഓക്കെ, സോ ഹാഷിംഗ് പഠിച്ച് കഴിഞ്ഞിട്ട് മാത്രം മറ്റുള്ള ടോപ്പിക്സിലേക്ക് പോവാം. ഹാഷിംഗ് 4th മൊഡ്യൂൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം 4th മൊഡ്യൂളിൽ പോയി ഹാഷിംഗ് പഠിച്ചു. ദെൻ 4th മൊഡ്യൂളിൽ ബാക്കി വരുന്നത് സെർച്ചിങ്ങും സോർട്ടിങ്ങും ആണ് അല്ലെ. ഇവിടെ സെർച്ചിങ് പഠിക്കാൻ വളരെ ഈസിയാണ്. 2 ടൈപ്പ് സെർച്ചിങ് ആണ് വരുന്നത്, ലീനിയർ സെർച്ച് ആൻഡ് ബൈനറി സെർച്ച്. ഓക്കെ, ഈ 2 ടൈപ്പ് സെർച്ചിങ്ങും പഠിച്ചു കഴിഞ്ഞാൽ ബൈനറി സെർച്ച് ഇച്ചിരി ടഫ് ആണ്. കാരണം ബൈനറി സെർച്ച് ചെയ്യണമെങ്കിൽ അത് ലിസ്റ്റ് സോർട്ടഡ് ആയി മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ബൈനറി സെർച്ച് പഠിക്കുന്നതിന് മുൻപ് ബബിൾ സോർട്ട് എന്ന് പഠിച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, ബബിൾ സോർട്ട് മാത്രം പഠിച്ചിട്ട് ബൈനറി സെർച്ച് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്താൽ സെർച്ചിങ് എന്ന ടോപ്പിക്കും കൂടെ ഇവിടെ കവർ ചെയ്യാം. ഓക്കെ, ഹാഷിംഗ് കഴിഞ്ഞു, സെർച്ചിങ് കഴിഞ്ഞു, നെക്സ്റ്റ് സോർട്ടിംഗ് ആണ്. സോർട്ടിംഗിൽ ഡിഫറെന്റ് സോർട്ടിംഗ് അൽഗോറിതംസ് ഉണ്ട്. ഇത് എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കരുത്. ഒരുമിച്ച് പഠിക്കാൻ കൺഫ്യൂസ്ഡ് ആകും. ഈ സബ്ജക്റ്റിലെ ഏറ്റവും വലിയ പ്രശ്നം 10-40 അൽഗോറിതംസ് പഠിക്കാനുണ്ട്. ഇത്രയും അൽഗോറിതംസ് ഒരുമിച്ച് പഠിക്കാൻ നമുക്ക് സാധിക്കില്ല. അടുപ്പിച്ച് പഠിക്കുകയാണെങ്കിൽ ഇതെല്ലാം കൂടെ കുഴഞ്ഞ് മറിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ അവസാനം കൺഫ്യൂഷൻ ആവും. ഓക്കെ, സോ കുറേശ്ശെ പഠിക്കുക. സബ്ജക്ട് പഠിക്കുമ്പോൾ സോർട്ടിംഗ് പഠിക്കുകയാണെങ്കിൽ 2 സോർട്ടിംഗ് പഠിച്ചിട്ട് ബ്രേക്ക് എടുക്കുക. അത് കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും സബ്ജക്ട് പഠിച്ച് തിരിച്ചു വന്നിട്ട് അഗൈൻ 2 സോർട്ടിംഗ് പഠിക്കുക. അങ്ങനെ 2 അൽഗോറിതം വീതം പഠിക്കുക. ലിങ്ക്ഡ് ലിസ്റ്റ് പഠിക്കുന്ന സമയത്തും സ്റ്റാക്ക് പഠിക്കുന്ന സമയത്തും ക്യൂ പഠിക്കുന്ന സമയത്തും ഒക്കെ ഇതുപോലെ പഠിക്കുക. എക്സാമിന് തലേദിവസം അല്ല ഞാൻ ഈ പറയുന്നത്, കുറച്ച് ദിവസം മുൻപ് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ തലേദിവസം നമുക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല, ഈ സബ്ജക്ട് മാത്രം പഠിക്കുക. ഓക്കെ, ഇനി സോർട്ടിങ്ങിനകത്തുള്ള എസ്എ ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാം. എല്ലാ സോർട്ടിങ്ങും അവിടെ എസ്എ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്വിക്ക് സോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ സോർട്ടിംഗ് ആയതുകൊണ്ട് തന്നെ ക്വിക്ക് സോർട്ട് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ദെൻ 4th മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നേരെ 1st മൊഡ്യൂളിലേക്ക് പോവാം. 1st മൊഡ്യൂളിൽ ആക്ച്വലി ഡാറ്റാ സ്ട്രക്ചർ പഠിക്കുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യം പഠിക്കുന്നത് അൽഗോറിതം അനാലിസിസ് ആണ്. ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സ്. ഇതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ഒന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൽഗോറിതം അനാലിസിസിന്റെ കോൺസെപ്റ്റ്, ടൈം കോംപ്ലക്സിറ്റി എന്താണെന്നും സ്പേസ് കോംപ്ലക്സിറ്റി എന്താണെന്നും അതിലെ എക്സാമ്പിൾസ് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ടോപ്പിക്ക് പഠിക്കാം. ഓക്കെ, പക്ഷെ ഞാൻ ആ വീഡിയോയിൽ പ്രോബ്ലംസ് പറഞ്ഞിട്ടില്ല, ഞാൻ അത് കോൺസെപ്റ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പ്രോബ്ലംസ് എക്സാമിന് ചോദിക്കും. പ്രോബ്ലംസും കൂടി നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം. ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുന്ന സമയത്ത് ആ പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, ലൂപ്പ് വരുന്ന ക്വസ്റ്റ്യൻസ്, ലൂപ്പ് നെസ്റ്റഡ് ലൂപ്പ് ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ അതിന്റെ തിയറി കോൺസെപ്റ്റ് മാത്രം പഠിച്ചിട്ട് റിമൈനിങ് ടോപ്പിക്സിലേക്ക് പോവാം. അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് അതുപോലെ തന്നെ ആ പ്രോബ്ലംസ് ഒക്കെ ഒട്ടുമിക്ക പേർക്കും ആ ടഫ് ആണ്. സോ അങ്ങനെയാണ് നിങ്ങൾക്ക് അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ
ആ ഒരു പ്രോബ്ലം ഏരിയ സ്കിപ്പ് ചെയ്യുക. പക്ഷെ തിയറി പഠിക്കാൻ ഈസിയാണ്. ടൈം കോംപ്ലക്സിറ്റി എന്താണെന്നും സ്പേസ് കോംപ്ലക്സിറ്റി എന്താണെന്നും ബിഗ് O നൊട്ടേഷൻ എന്താണ്, ഒമേഗ എന്താണ്, തീറ്റ എന്താണെന്നൊക്കെ അറ്റ്ലീസ്റ്റ് ആ ഫംഗ്ഷൻസ് ഒക്കെ പഠിച്ചു വെക്കാൻ ഈസിയാണ്. ഓക്കെ, അപ്പൊ പ്രോബ്ലംസ് പറ്റുന്നില്ല എങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് റിമൈനിങ് പാർട്ടിലേക്ക് പോവാം. അപ്പൊ നമ്മൾ പഠിച്ചു വന്ന ഓർഡർ എന്തായിരുന്നു? ഫോർത്ത് മൊഡ്യൂൾ ആദ്യം പഠിച്ചു, നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് വരുന്നു, അൽഗോരിതം അനാലിസിസ് എന്ന ടോപ്പിക്കിൽ പോകുന്നു. അത് കഴിഞ്ഞിട്ട് റിമൈനിങ് ടോപ്പിക്കിലേക്ക് വരുന്നു. ഫസ്റ്റ് മൊഡ്യൂളിൽ പെൻഡിങ് വരുന്നത് അറേസ് ആണ്. അറേസും സ്റ്റാക്കും ക്യൂ ഉണ്ട് അവിടെ. അതിൽ ആദ്യം അറേസ് പഠിക്കാം. അറേസ് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക പേർക്കും അറേസ് എന്താണെന്ന് അറിയാം. ഓക്കെ, സിക്ക് അകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ലീനിയർ ആയിട്ട് വരുന്ന ഡാറ്റ സ്ട്രക്ചർ ആണ്. കോൺസിക്യൂട്ടീവ് ആയിട്ട് ലൊക്കേഷൻസ്, മെമ്മറിയിൽ കോൺസിക്യൂട്ടീവ് ലൊക്കേഷൻസിലെ ഡാറ്റ സ്റ്റോറേജിൽ വെക്കാൻ പറ്റും. ഇൻഡെക്സ് ഉണ്ട്. ആ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ലൊക്കേഷന്റെ അഡ്രസ് ഒക്കെ ഡിനോട്ട് ചെയ്യുന്നത്. ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്, അറേക്കകത്ത് ഇൻസർഷൻ ഡിലീഷൻ ഒക്കെ ചെയ്യുന്നത് ഓരോ ലൊക്കേഷന്റെ അഡ്രസ് വെച്ചിട്ടാണ് അല്ലെ? A5, A4 അങ്ങനെ ഓരോ ലൊക്കേഷന്റെ അഡ്രസ് വെച്ചിട്ടാണ് അവിടുത്തെ വാല്യൂ എടുക്കുന്നതും അല്ലെങ്കിൽ ആ ലൊക്കേഷനിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ അറേ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം. ഒരു ഫോർ ലൂപ്പ് ആയിരിക്കും മിക്കവാറും യൂസ് ചെയ്യുന്നത്. മെട്രിക്സ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ 2 ഫോർ ലൂപ്പ് വരെ യൂസ് ചെയ്തിട്ടുണ്ട്. 2-3 ഫോർ ലൂപ്പ് വരെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ യൂസ് ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷനിൽ ആ പ്രോസസ് ചെയ്യാനായിട്ട് 3 ഫോർ ലൂപ്പ് വരുന്നത്. യൂഷ്വലി സിംഗിൾ ഡയമെൻഷനിൽ അറിയാണെങ്കിൽ ഒരു ഫോർ ലൂപ്പും, മൾട്ടി ഡയമെൻഷനിൽ അറിയാണെങ്കിൽ റോസും കോളംസും ഉള്ളതിന്റെ 2 ഫോർ ലൂപ്പ് വരെ നമുക്ക് ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ മുൻപ് കഴിഞ്ഞ സെമ്മില് S2 പഠിച്ചതാണ്. ഓക്കെ, S3 നിങ്ങൾക്ക് അറേസിൽ പുതുതായിട്ട് പഠിക്കുന്നത് അറേസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു പോളിനോമിയൽ റെപ്രസെന്റ് ചെയ്യാം. വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് പോളിനോമിയൽ റെപ്രസെന്റേഷൻ. എക്സ്പൊണന്റ് എവിടെ എഴുതണം, കോഎഫിഷ്യന്റ് എവിടെ എഴുതണം, അത് കൃത്യമായിട്ട് അതൊരു എക്സാമ്പിൾ ആയിട്ട് പഠിക്കണം. റോ മേജർ ഓർഡർ, കോളം മേജർ ഓർഡർ, നമ്മൾ സിംപ്ലി ഇതിനെ RMO CMO എന്ന് വിളിക്കും. RMO CMO അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അതൊരു 2 മിനിറ്റ് പോലും വേണ്ട. എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മുൻ വർഷങ്ങളിൽ ഒരുപാട് സ്കീംസിൽ 2019-ലും 15 സ്കീമിലും അതിന് മുമ്പ് മറ്റുള്ള യൂണിവേഴ്സിറ്റിയിൽ, കേരള യൂണിവേഴ്സിറ്റി, കാലിക്കട്ട് ആയിരുന്ന സമയത്തൊക്കെ ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ പോളിനോമിയൽ റെപ്രസെന്റേഷനും ഒക്കെ. അപ്പം ഇതൊരു നിങ്ങളുടെ സ്കീമിന് മാത്രമായിട്ട് വരുന്നതല്ല. ഈ സബ്ജക്ട് പണ്ട് മുതലേ ഉള്ള വർഷങ്ങളായിട്ടുള്ളതാണ്. ഈ സ്കീമിലൊക്കെ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ. നിങ്ങൾ ഈ ടോപ്പിക്സ് പഠിക്കുമ്പോൾ അങ്ങനെയാണ് ആ ടോപ്പിക്സിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. പോളിനോമിയൽ റെപ്രസെന്റേഷൻ നിങ്ങൾക്ക് ഇവിടെ മസ്റ്റ് ആയിട്ട് പഠിക്കുക, സ്കിപ്പ് ചെയ്യരുത്. CMO RMO അത് 2 മിനിറ്റ് പോരെ പഠിക്കാൻ, അപ്പൊ അതങ്ങ് പഠിക്കുക. ഓക്കെ, ഈ 2 ടോപ്പിക് കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. അറേയിൽ അത്യാവശ്യം ടഫ് ആയിട്ട് വരുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, സ്പാർസ് മെട്രിക്സ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ എല്ലാ യൂണിവേഴ്സിറ്റി എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാലും അവിടെ നമുക്ക് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്പാർസ് മെട്രിക്സ്. സോ പോളിനോമിയൽ റെപ്രസെന്റേഷൻ, സ്പാർസ് മെട്രിക്സ് ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് അറേസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പഠിക്കേണ്ടത് സ്റ്റാക്ക് ക്യൂ ആണ്. സ്റ്റാക്ക് നമുക്കറിയാം, ബക്കറ്റിന്റെ ഷേപ്പിൽ ഇരിക്കുന്ന ഡാറ്റ സ്ട്രക്ചർ ആണ് സ്റ്റാക്ക് അല്ലെ? ബക്കറ്റിന്റെ ഷേപ്പ് അല്ലേ? ടോപ്പ് സൈഡ് ഓപ്പൺ, ബോട്ടം സൈഡ് ക്ലോസ്ഡ് ആണ് അല്ലെ? സോ നമുക്ക് എന്ത് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിലും ത്രൂ ടോപ്പേ പറ്റത്തുള്ളൂ, ഡിലീറ്റ് ചെയ്യണമെങ്കിലും ഫ്രം ടോപ്പ് അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ഷേപ്പാണ് സ്റ്റാക്കിന്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെക്കാനിസം എന്ന് പറയും. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെക്കാനിസം ആണ് സ്റ്റാക്കിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. പുഷ് ആണ് സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഓപ്പറേഷൻ, പോപ്പ് ആണ് അത് എടുക്കുന്നത് അല്ലെ? ഇതുപോലെ തന്നെയാണ് ക്യൂ വരുമ്പോഴേക്കും ഒരു ക്യൂ പോയി നിൽക്കുന്ന കാര്യം ഓർത്താൽ മതി. റെയിൽവേ സ്റ്റേഷനിലും ബാങ്കിൽ തുടങ്ങിയ എവിടെ വേണമെങ്കിലും ഒരു കൗണ്ടറിൽ നിങ്ങൾ ക്യൂ നിൽക്കുന്ന സെയിം കോൺസെപ്റ്റ് ആണ് ക്യൂ എന്ന ഡാറ്റ സ്ട്രക്ചർ. ആദ്യം കയറുന്ന ആളായിരിക്കും ആദ്യം ക്യൂവിൽ ഏറ്റവും ഫ്രണ്ടിൽ വരുന്നത്. ദാറ്റ് ഇസ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെക്കാനിസം. ഓക്കെ, ക്യൂവിനകത്ത് മേജർ ആയിട്ട് 2 ഓപ്പറേഷൻ, അതായത് ഇതൊക്കെ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇൻസേർഷൻ ചെയ്യുന്നു, അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ഇത് 2 മേജർ ഓപ്പറേഷൻസ് ആണ്. സ്റ്റാക്കിൽ ഇതിനെ പുഷ് ആൻഡ് പോപ്പ് എന്ന് പറയുന്നു. ക്യൂ ആകും ഇത് NQ DQ എന്ന് പറയുന്നു. സ്പെല്ലിംഗ് മറക്കണ്ട, DQ DEQUEUE. എടുത്ത് പറയുന്ന റീസൺ ഉണ്ട്. മറ്റൊരാൾ വരുന്നുണ്ട്, അത് DEQUE ഡെക്ക് എന്ന് പ്രൊനൗൺസ് ചെയ്യും. പക്ഷെ പലരും അതിനെ DQ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഡെക്ക് ആണ്, ക്യൂവിന്റെ ഒരു വേരിയന്റ് ആണ്. ഇത് NQ ആൻഡ് DQ ക്യൂവിന്റെ 2 ഓപ്പറേഷൻസ് ആണ് വരുന്നത്. ഇത് രണ്ടുമാണ് സ്റ്റാക്കിലും ക്യൂവിലും പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത്. ഇത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ ആപ്ലിക്കേഷൻസ് പഠിക്കുന്നത്. പലരും പല രീതിയിൽ പഠിക്കാറുണ്ട്. സ്റ്റാക്കും ക്യൂവും കോൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കി വെച്ചിട്ട് ബേസിക് ഓപ്പറേഷൻസ് മനസ്സിലാക്കി വെച്ചിട്ട് പിന്നീട് അതിന്റെ ആപ്ലിക്കേഷൻസ് പഠിക്കുന്നവരുണ്ട്. ചിലർ ആപ്ലിക്കേഷൻസ് സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട്. ഓക്കെ, സ്കിപ്പ് ചെയ്യരുത്. ദയവായിട്ട് നിങ്ങൾ മൊഡ്യൂൾ 4-ലെയും മൊഡ്യൂൾ 1-ലെയും ടോപ്പിക്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് മൊഡ്യൂൾ 4, മൊഡ്യൂൾ 3 ആൻഡ് മൊഡ്യൂൾ 1 ആണ്. ഓക്കെ, മൊഡ്യൂൾ 2 ലിങ്ക്ഡ് ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ മൊഡ്യൂൾ 4, 3, 1 ടോപ്പിക്സ്
പരമാവധി സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് സ്റ്റാക്കും ക്യൂവും ആയിരുന്നു. സ്റ്റാക്കിന്റെ കോൺസെപ്റ്റ് പഠിക്കുക, സ്റ്റാക്കിന്റെ മേജർ ഓപ്പറേഷൻസ് പഠിക്കുക, ക്യൂവിന്റെ കോൺസെപ്റ്റ് പഠിക്കുക, ക്യൂവിന്റെ മേജർ ഓപ്പറേഷൻസ് പഠിക്കുക. രണ്ട് ടോപ്പിക് പഠിക്കുമ്പോഴും യൂസിങ് അറേ വെച്ചിട്ടാണ് ഇത് പഠിക്കുന്നത്. അതിനുശേഷം മാത്രം സ്റ്റാക്കിന്റെ ആപ്ലിക്കേഷൻസിലേക്ക് പോവുക. സ്റ്റാക്കിന്റെ ആപ്ലിക്കേഷൻസ്, ഒന്നാമത്തെ ആപ്ലിക്കേഷൻ വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ പേര് നിങ്ങളൊരു പേപ്പറിൽ എഴുതുക. ഓക്കെ, ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. ഓക്കെ, ദെൻ സ്റ്റാക്കിൽ പുഷ് ചെയ്ത ആൾക്കാരുണ്ടല്ലോ, അതിനെ പോപ്പ് ചെയ്യുക. പോപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരിന്റെ റിവേഴ്സ് കിട്ടും. ദാറ്റ് ഈസ് ഒരു സ്ട്രിങ്ങിന്റെ റിവേഴ്സ് എടുക്കാൻ നമുക്ക് സ്റ്റാക്ക് യൂസ് ചെയ്യാം. പെട്ടെന്ന് ഒരു ആപ്ലിക്കേഷൻ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അടുത്ത ആപ്ലിക്കേഷൻ എന്താ പറയുക? അടുത്ത ആപ്ലിക്കേഷൻ ആണ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാം. എക്സ്പ്രഷൻസ് ആക്ച്വലി 3 ടൈപ്സ് ഉണ്ട്: ഇൻഫിക്സ്, പോസ്റ്റ്ഫിക്സ്, പ്രീഫിക്സ്. നോർമലി എഴുതുന്ന എക്സ്പ്രഷൻസ് ആണ് ഇൻഫിക്സ്, a plus b. ഓക്കെ, ഇത് പ്രീഫിക്സ് ആകുമ്പോൾ പ്ലസ് എ ബി, പോസ്റ്റ്ഫിക്സ് ആകുമ്പോൾ എ ബി പ്ലസ്. ഓക്കെ, സോ ഇൻഫിക്സ് ടു പോസ്റ്റ്ഫിക്സ് കൺവേർഷൻ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഈ സബ്ജക്റ്റിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇൻഫിക്സ് ടു പോസ്റ്റ്ഫിക്സ് കൺവേർഷൻ. ഇത് നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ഇൻഫിക്സ് ടു പോസ്റ്റ്ഫിക്സ് കൺവേർഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് സ്റ്റാക്കിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നൂടെ പഠിക്കാം. ഇത് എക്സാമിന് ചോദിക്കും. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മുൻപുള്ള സ്കീമിലൊക്കെ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ മുൻപുള്ള സ്കീം എന്ന് പറയുന്നത് 2019 മാത്രമല്ല, ഞാൻ ട്യൂഷൻ എടുത്ത് തുടങ്ങുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ 2003 സ്കീം മുതലാണ്. 2003, 8, 13 സ്കീം കഴിഞ്ഞിട്ടാണ് KTU 2015, 19 ഇപ്പൊ 24 ആവുന്നത്. ഇത്രയും സ്കീംസിലെ ക്വസ്റ്റ്യൻസ് ഞാൻ ഒരുപാട് വട്ടം കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സ്റ്റാക്കിന്റെ ആപ്ലിക്കേഷൻ, ഇൻഫിക്സ് ടു പോസ്റ്റ്ഫിക്സ് കൺവേർഷൻ, അതുപോലെ പോസ്റ്റ്ഫിക്സ് ഇവാലുവേഷൻ. ഓക്കെ, ഒരുപാട് വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ടോപ്പിക്സ് നിങ്ങൾ പഠിക്കാതെ പോകരുത്, മസ്റ്റ് ആയിട്ട് പഠിക്കണം. ഇത് വെറുതെ ഇങ്ങനെ ചെയ്ത് പഠിക്കുകയും ചെയ്യാം. സ്റ്റാക്കിനകത്ത് എങ്ങനെ ചെയ്യുന്നു, സ്റ്റാക്ക് യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യുന്നു, അത് ചിലർ ടേബിൾ ആയിട്ട് വരച്ച് ചെയ്ത് പോകുന്നുണ്ട്. അത് നല്ലൊരു ഓപ്ഷൻ ആണ്. ടേബിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റി അങ്ങനെ നിങ്ങൾ എഴുതി ശീലിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്ത് പോവുക. അല്ലാതെ എഴുതിയാലും മാർക്ക് കിട്ടും. അങ്ങനെ ചെയ്ത് ശീലിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ അല്ലാതെ നിങ്ങൾക്ക് എഴുതാം, ടേബിൾ ഇല്ലാതെയും എഴുതാം. അത് നിങ്ങൾ പഠിച്ച രീതി എന്താണോ അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോവാം. ഓക്കെ, പോസ്റ്റ്ഫിക്സ് ഇവാലുവേഷൻ മറക്കണ്ട. അത് കുറച്ചുകൂടെ ഈസിയാണ്. ഇൻഫിക്സ്ഡ് പോസ്റ്റ്ഫിക്സിനെക്കാട്ടിലും എന്തുകൊണ്ടും വളരെ ഈസിയാണ് പോസ്റ്റ്ഫിക്സ് ഇവാലുവേഷൻ. ഓക്കെ, ടാക്ക് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മുടെ ക്യൂവിനകത്ത് സർക്കുലർ ക്യൂ, ഡെക്ക്, ഡബിൾ എൻഡഡ് ക്യൂ. ഓക്കെ, പക്ഷെ നിങ്ങൾ സിലബസിൽ ഫസ്റ്റ് മൊഡ്യൂളിലെ പ്രയോറിറ്റി ക്യൂ എഴുതാൻ വിട്ടുപോയതാണോ, ആ സിലബസ് ചെയ്തപ്പോൾ മറന്നുപോയതെന്ന് അറിയത്തില്ല. പ്രയോറിറ്റി ക്യൂ അവിടെ അല്ല വന്നേക്കുന്നത്. തേർഡ് മൊഡ്യൂളിലാണ് പ്രയോറിറ്റി ക്യൂ മെൻഷൻ ചെയ്തേക്കുന്നത്. പക്ഷെ ക്യൂ പഠിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ടോപ്പിക്കിന് കൂടെ തന്നെ പ്രയോറിറ്റി ക്യൂ പഠിക്കാൻ ഈസിയാണ്. അത് വലിയ കാര്യമായിട്ടൊന്നുമില്ല, 5 മിനിറ്റ് മതി പഠിക്കാനായിട്ട്. സോ പ്രയോറിറ്റി ക്യൂ അതോടൊപ്പം തന്നെ പഠിച്ചു പോയാൽ ബെറ്റർ ആയിരിക്കും. ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ അത്രേ ഉള്ളൂ. സോ മൊഡ്യൂൾ 1-നകത്ത് പ്രോബ്ലംസ് ചോദിക്കുന്നത് വീണ്ടും പറഞ്ഞു, ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റിയുടെ പ്രോബ്ലംസ് വരാം. അതുപോലെ ഇൻഫിക്സ്ഡ് പോസ്റ്റ്ഫിക്സ് ഇവിടെയും പ്രോബ്ലംസ് വരാം. മൊഡ്യൂൾ 4 കഴിഞ്ഞു, മൊഡ്യൂൾ 1 കഴിഞ്ഞു. നെക്സ്റ്റ് മൊഡ്യൂൾ 3 ആണ്. ഓർഡർ ഒന്ന് മാറ്റി പഠിക്കുകയാണ്, കംപ്ലീറ്റ് ഓർഡർ മാറ്റി പഠിക്കുകയാണ്. മൊഡ്യൂൾ 3ലേക്ക് പോവാം. അവിടെ നമുക്ക് പഠിക്കാനുള്ളത് ട്രീ ആൻഡ് ഗ്രാഫ് ആണ്. ട്രീ പഠിക്കുന്നതിന് മുന്നേ പോയി ഗ്രാഫ് പഠിച്ചാൽ ഈസി ആയിരിക്കും. ഗ്രാഫ് എന്ന് പറയുന്നത് സംഗതി നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ യൂസ് ചെയ്യുന്നില്ലേ, ഈ സംഗതി തന്നെയാണ് ഗ്രാഫ് കോൺസെപ്റ്റ്. വളരെ എളുപ്പമാണ് പഠിക്കാനായിട്ട്. വെർട്ടിസസിന്റെയും എഡ്ജസിന്റെയും കൂടെ ഒരു കോമ്പിനേഷനിലാണ് ഗ്രാഫ് വരുന്നത്. ഗ്രാഫ് എന്താണെന്ന് പഠിക്കുക, ഗ്രാഫിന്റെ ടെർമിനോളജീസ് പഠിക്കുന്നു. നെക്സ്റ്റ് ഗ്രാഫിന്റെ റെപ്രസെന്റേഷൻ ഉണ്ട്. ഓക്കെ, ഗ്രാഫിന്റെ റെപ്രസെന്റേഷൻ, സെറ്റ് റെപ്രസെന്റേഷൻ ഉണ്ട്, ലിങ്ക്ഡ് റെപ്രസെന്റേഷൻ ഉണ്ട്, തുടങ്ങിയ 2-3 ടൈപ്പ് റെപ്രസെന്റേഷൻസ് അവിടെ വരുന്നുണ്ട്. ആ റെപ്രസെന്റേഷൻസ് പഠിക്കുക. ദെൻ ഗ്രാഫ് ട്രാവേഴ്സൽ 2 അൽഗോറിതംസ് നമുക്ക് പഠിക്കാനുണ്ട്. ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് BFS, ഡെപ്ത് ഫസ്റ്റ് സെർച്ച് DFS. ഈ 2 അൽഗോറിതം ആണ് ഗ്രാഫിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. 2 അൽഗോറിതത്തിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഗ്യാരണ്ടി ആണ് നിങ്ങൾക്ക് ചോദിക്കും. BFS-ഉം DFS യൂസ് ചെയ്യുമ്പോൾ ഒരെണ്ണത്തിൽ സ്റ്റാക്ക് യൂസ് ചെയ്യുന്നു, മറ്റേതിൽ ക്യൂ യൂസ് ചെയ്യുന്നു. ഇത് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾ ആൽഫബറ്റിക് ഓർഡറിൽ ABCD ഇങ്ങനെ ആൽഫബറ്റിക് ഓർഡർ എഴുതുന്ന സമയത്ത് കണ്ടോ, നിങ്ങൾക്ക് B എഴുതി കഴിഞ്ഞിട്ട് ABCD എഴുതി കഴിയുമ്പോൾ PQRS എഴുതുന്ന സമയത്ത് B-ന് നേരെ താഴെ ക്യൂ ഉണ്ടോ? ഓക്കെ, അതായത് BFS-ൽ യൂസ് ചെയ്യുന്നത് ക്യൂ, ഓക്കെ, DFS-ൽ യൂസ് ചെയ്യുന്നത് സ്റ്റാക്ക്. മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ ഐഡിയ പറഞ്ഞത് കേട്ടോ. ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ആണെങ്കിൽ ക്യൂ യൂസ് ചെയ്യുന്നു, ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ആണെങ്കിൽ അതിൽ സ്റ്റാക്ക് യൂസ് ചെയ്യും. രണ്ടിന്റെയും അൽഗോറിതത്തിന്റെ ലോജിക് രണ്ടും സെയിം ആണ്. സ്റ്റാക്ക് നമുക്കറിയാം ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്, ക്യൂ നമുക്കറിയാം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. ഈ ഒരു ചേഞ്ച് ആണ് ഇതിൽ വരുന്നത്, അല്ലാതെ രണ്ടിന്റെയും ലോജിക് സെയിം ആണ്. ഓക്കെ, എന്തായാലും BFS-ഉം DFS നിങ്ങൾ ഒരു കാരണവശാലും പഠിക്കാതെ പോകരുത്. കാരണം അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു എസ്സേ ചോദിക്കും. 100% ഷുവർ ആണ് അത് പ്രോബ്ലം ആയിട്ട് ഗ്രാഫ് ട്രാവേഴ്സലായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ അതിന്റെ അൽഗോറിതം ചോദിക്കും. ഇതുപോലെ തന്നെ വേറൊരു പ്രോബ്ലം ഇവിടെ ഗ്രാഫിന് അകത്ത് വരുന്നത് ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കാനാണ്. ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കാൻ നമുക്ക് അൽഗോറിതം ഉണ്ട്, ദാറ്റ് ഈസ് ഡിജിക്സ്ട്രാസ് അൽഗോറിതം. ഓക്കെ, ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഗ്രാഫ് പഠിക്കുമ്പോൾ ഈ 3 പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കേണ്ടത്. അൽഗോറിതംസ്, BFS അൽഗോറിതം പഠിക്കുക, അതിന്റെ പ്രോബ്ലം പഠിക്കുക. സോ ഗ്രാഫ് പഠിക്കുമ്പോൾ നിങ്ങൾ അതിൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ടോപ്പിക്സ് ആണ് DFS, BFS, അതുപോലെ തന്നെ ഡിജിക്സ്ട്രാസ് അൽഗോറിതം, അതിന്റെ പ്രോബ്ലം. ഓക്കെ, ദെൻ തിരിച്ചു പോയി എന്ത് പഠിക്കണം? ട്രീ പഠിക്കും. ഗ്രാഫും ട്രീയും പഠിക്കുന്ന സമയത്ത് ആദ്യം പഠിക്കേണ്ടത് അതിന്റെ ടെർമിനോളജീസ് ആണ്.
ട്രീ എന്താണ്, ട്രീനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ടെർമിനോളജീസ് ഉണ്ട്. ലെവൽ, ഹൈറ്റ്, അതുപോലെ സബ് ട്രീ, ഇങ്ങനെ കുറെ ടോപ്പിക്സ് ഉണ്ട്. ഓക്കെ, ചിൽഡ്രൻസ്, പാരന്റ്, ലെവൽ, ഹൈറ്റ്, ഇതൊന്നും മറക്കാതെ നിങ്ങൾ പഠിച്ചു വെക്കുക. അതുപോലെ പാരന്റ്, ചിൽഡ്രൻസ്, അതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ട്രീ ടെർമിനോളജീസ് പഠിച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ട്രീയുടെ ഡിഫറെന്റ് ടൈപ്സിലേക്ക് പോകുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് ബൈനറി ട്രീ, ബൈനറി സെർച്ച് ട്രീ, BST. ഈ രണ്ട് ട്രീസ് പഠിക്കുമ്പോഴും അവിടെ ഇൻസേർഷൻ, ഡിലീഷൻ അൽഗോറിതംസ് ഉണ്ട്. ഇവിടെയാണ് മിക്ക പേരുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകുന്നത്. ട്രീസ് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇതിന്റെ ഡെഫിനിഷൻ വരെ പഠിച്ചു വെക്കുക. പക്ഷെ ഗ്രാഫ് നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഗ്രാഫ് പഠിക്കാൻ ഈസിയാണ്. ഗ്രാഫ് പഠിച്ചു കഴിഞ്ഞിട്ട് ട്രീയുടെ ടെർമിനോളജീസ് വരെ അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കുക. ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അൽഗോറിതംസും കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ട്രീ കൂടെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂളും തേർഡ് മൊഡ്യൂളും ഫോർത്ത് മൊഡ്യൂളും കംപ്ലീറ്റ് പഠിക്കാം. എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എക്സാം ജയിക്കാം. ഓക്കെ, 3 മൊഡ്യൂൾ ആയാലേ ഗ്യാരണ്ടി ആണ് നിങ്ങൾക്ക് എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റും, എക്സാം നിങ്ങൾക്ക് പാസ് ആകാൻ സാധിക്കും. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ട, പറ്റുമെങ്കിൽ അൽഗോറിതം കൂടെ ഒന്ന് പഠിക്കും. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പറ്റും. സ്റ്റാക്കിനകത്ത് ഇൻഫിക്സ്, പ്രിഫിക്സ്, പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻസ് പറഞ്ഞില്ലായിരുന്നു. അതുപോലെ ട്രീക്കകത്ത് ട്രീ ട്രാവേഴ്സിൽ പഠിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് ഇൻ ഓർഡർ, പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡർ ഉണ്ട്. ഓക്കെ, സ്റ്റാക്കിലെ ഇൻഫിക്സ് ആണ് ട്രീക്കകത്ത് ഇൻ ഓർഡർ ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ ആൻസർ എഴുതുമ്പോൾ കിട്ടുന്നത്. സ്റ്റാക്കിലെ പ്രിഫിക്സ് ആണ് ഇവിടെ പ്രീ ഓർഡറിന്റെ ആൻസർ എഴുതുമ്പോൾ കിട്ടുന്നത്. സ്റ്റാക്കിന്റെ പോസ്റ്റ് ഫിക്സ് ആണ് ഇവിടെ പോസ്റ്റ് ഓർഡറിലും കിട്ടുന്നത്. ഓക്കെ, ഇതൊരു ജസ്റ്റ് ഒരു സിമ്പിൾ ഐഡിയ ആണ്. അതൊരു എക്സ്പ്രഷൻ ട്രീ വെച്ചിട്ട് പഠിക്കാം. എന്താണ് എക്സ്പ്രഷൻ ട്രീ എന്ന് ചോദിച്ചാൽ സിംപിളി പറയുകയാണെങ്കിൽ A+B പ്ലസ് റൂട്ട് A അതിന്റെ ലെഫ്റ്റ് ചൈൽഡ്, B അതിന്റെ റൈറ്റ് ചൈൽഡ്. ഓക്കെ, ഇതൊരു എക്സ്പ്രഷൻ ഞാൻ കണ്ടെയ്ൻ ചെയ്യുന്ന ട്രീ ആക്കിയില്ലേ, ഇതാണ് എക്സ്പ്രഷൻ ട്രീ. ഇതുപോലെ വലിയ എക്സ്പ്രഷൻസ് വന്നിട്ട് ട്രീ ഫോം ചെയ്യാൻ പറയും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ ബൈനറി സെർച്ച് ട്രീക്കകത്ത് ഇൻസേർഷനും ഡിലീഷനും ഒക്കെ ചോദിക്കാറുണ്ട്. ഇത്രയും പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് മൊഡ്യൂൾ 2ലേക്ക് പെൻഡിങ് ടോപ്പിക്സ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമില്ല, അല്ലെങ്കിൽ നമുക്ക് പഠിച്ചിന് പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പഠിച്ചു തീർക്കേണ്ട ഒരു ടോപ്പിക്കാണ് മെമ്മറി മാനേജ്മെന്റ്. ഓക്കെ, മെമ്മറി മാനേജ്മെന്റ് വളരെ ഈസിയാണ് പഠിക്കാനായിട്ട്. ഫസ്റ്റ് ഫിറ്റ്, ബെസ്റ്റ് ഫിറ്റ്, വേഴ്സ്റ്റ് ഫിറ്റ്, കോമ്പാക്ഷൻ, ഗാർബേജ് കളക്ഷൻ, ഇത് ഈസി ടോപ്പിക്സ് ആണ്. അത് പഠിക്കും. ദെൻ ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണെന്ന് കൂടെ അറ്റ്ലീസ്റ്റ് പഠിക്കാം. ഓപ്പറേഷൻസ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, അൽഗോറിതംസ് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വാട്ട് ആർ ലിങ്ക്ഡ് ലിസ്റ്റ്, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്, അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും പഠിക്കാം. ഈ ഒരു ഓർഡറിൽ പഠിച്ചാൽ എക്സാമിന് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആയിരിക്കും. സോ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ ഈസി ആയിരിക്കും. എക്സാമിന് ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സ് ഈ ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ പഠിച്ചു തീർക്കാനും സാധിക്കും. സോ എക്സാം എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്.